അമ്മ ഇത് വെച്ചാലും ഉണ്ടാക്കി തരുമോ? ഒരു വെറൈറ്റി ആയാലോ? എന്നാ അതിതാ അപ്പോഴേ നമുക്ക് എല്ലാവർക്കും കൂടി പൈനാപ്പിൾ വെച്ചിട്ട് അടിപൊളി ഐറ്റം ഒന്ന് ഉണ്ടാക്കി കൊടുത്താലോ? നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും കേട്ടോ. ഒരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, അത് രണ്ടാക്കി മുറിച്ചിട്ടുണ്ട്. അതിൻ്റെ മൊത്തം ഭാഗവും ഞാൻ എടുക്കുന്നില്ല. രണ്ടായി മുറിച്ചതിൽ ഒരു പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ തോലെല്ലാം നന്നായിട്ട് അങ്ങ് കളഞ്ഞേക്കണം. നമുക്ക് എല്ലാവർക്കും പൈനാപ്പിൾ ഇഷ്ടമാണ് അല്ലേ? പ്രത്യേകിച്ചും ജ്യൂസായിട്ട് കുടിക്കാൻ ഈ ചൂടുകാലത്ത് ഇത് കുടിക്കുന്നത് ഏറെ അനുയോജ്യം കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇതിപ്പോൾ ഒരു പച്ചടി ഉണ്ടാക്കാൻ മാത്രമല്ല ഒരു ജ്യൂസ് കുടിക്കാനും മാത്രമല്ല കേട്ടോ. ഇതിൽ കുറച്ച് വെറൈറ്റി ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിട്ട് ഉപ്പും നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഒന്ന് കല്ലേ വെച്ച് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ അതൊന്നും അല്ല ഉണ്ടാക്കാൻ പോണത്. കണ്ടോളുക. ആ കഷ്ണത്തെ തോലെല്ലാം കളഞ്ഞ് ചെത്തി ചീകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ മറന്നുപോയി പറയാം കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ഹാർട്ട് തന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തേക്കണം കേട്ടോ. മറന്നുപോലെ. ഇടയ്ക്കൊക്കെ നിങ്ങൾ മറക്കുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല നോമിന്. അപ്പോൾ ഏതായാലും ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു 3-4 ഐറ്റം കൂടെ നമ്മുടെ വീട്ടിൽ കിച്ചണിലുള്ള സാധനങ്ങൾ തന്നെയാണ് വേണ്ടി വരാൻ പോകുന്നത് കേട്ടോ. ഇത് ഇന്നലെ എൻ്റെ കൈ കിട്ടിയ പുതിനയില ആയതുകൊണ്ടുണ്ടല്ലോ ചെറിയൊരു വാട്ടമൊക്കെ ഉണ്ട്. സാരമില്ല, കഴുകിയെടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കണം, അരച്ചെടുക്കണ്ട. പിന്നെ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. പിന്നെ 1 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, 1/4 സ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊണ്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്തേക്കുക. ശ്രദ്ധിക്കുക, കൈവച്ചിളക്കി കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ കണ്ണിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് നമുക്ക് സ്പൂൺ മതി. സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കുക. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു മസാലക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കുക. കഷ്ണങ്ങളിലെല്ലാം നന്നായിട്ട് പിടിച്ചോളുക. പേടിക്കണ്ട, നന്നായിട്ട് പിടിച്ചോട്ടെ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. പക്ഷേ കഴിക്കാനായിട്ടില്ല എന്ന് മാത്രം. കാരണം അതെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലിരുന്നോട്ടെ. ഒരു ചെറിയ തണുപ്പൊക്കെ നല്ലതാണ് ഇതിന് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതെടുത്ത് ഒന്ന് കൊടുത്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പം അറിയാൻ പറ്റും കേട്ടോ. അഭിപ്രായം നമുക്ക് കേട്ടാലോ? ഏതായാലും ഇവിടെ എല്ലാം പരീക്ഷിക്കാൻ ആളുള്ളത് കൊണ്ട് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഏതായാലും കഴിച്ചു നോക്കിയിട്ട് സൂപ്പറാന്നുള്ള അഭിപ്രായമൊക്കെ കിട്ടി. നമുക്കൊന്നും വേണ്ട, വേഗം പോയി നിങ്ങൾ ഉണ്ടാക്കി മക്കൾസിന് കൊടുത്തോളൂ. അപ്പോൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.